ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡ്യുവൽ മാപ്പിൻ്റെ മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ മനസ്സിലാക്കിയില്ലേ? ഈ റിസൾട്ട് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടു. ഓക്കെ, നൈസ്. ഇനി ഇതവിടെ ഇരിക്കട്ടെ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളിനി ചെയ്യാൻ പോകുന്നത് മെട്രിക്സുമായിട്ട് ബന്ധപ്പെട്ടൊരു ബ്യൂട്ടിഫുൾ ഒബ്സർവേഷൻ നമ്മൾ നടത്താൻ പോവുകയാണ്. അതാണ് ഇനി അടുത്ത ലക്ഷ്യം. അതിന് എനിക്ക് ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് ഒക്കെ പറയേണ്ടതുണ്ട്. അപ്പോൾ ഞാനിത് വായിച്ചിട്ട് ആ ഡെഫിനേഷൻസിലേക്കൊക്കെ പോട്ടെ. ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് ഒരു മെട്രിക്സിൻ്റെ കോളം സ്പേസ് എന്താണ്, റോ സ്പേസ് എന്താണെന്നൊക്കെയാണ്. ഒരു എക്സാമ്പിൾ മനസ്സിലാക്കിയതിന് ശേഷം ഡീറ്റെയിൽ ഡെഫിനേഷൻ എഴുതാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഈ മെട്രിക്സിൻ്റെ കോളങ്ങൾ നോക്കൂ. ഇവിടെ 5 കോളങ്ങളുണ്ട് അല്ലേ? 1 2 3 4 5 5 കോളങ്ങളുണ്ട്. ഇതിലെ ഓരോ കോളവും R3 ഒരു വെക്ടർ അല്ലേ? 1 0 0 എന്ന് പറയുമ്പോൾ അത് R3 ഒരു വെക്ടറാണ്. എക്സെട്ര ലാസ്റ്റ് 0 0 1 എന്ന് പറയുമ്പോൾ അതും R3 ഒരു വെക്ടറാണ്. അപ്പം ഈ മെട്രിക്സിൻ്റെ ഓരോ കോളവും R3 വെക്ടറാണ്. അപ്പോൾ ഈ കോളങ്ങളുടെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് R3 ഒരു സബ്സ്പേസ് കിട്ടൂലേ? ആ സബ്സ്പേസിനെയാണ് നമ്മൾ കോളം സ്പേസ് ഓഫ് എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? ഈ എയുടെ കോളങ്ങളുടെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് R3 ഒരു സബ്സ്പേസ് കിട്ടും. ദാറ്റ് സബ്സ്പേസ് ഈസ് കോൾഡ് കോളം സ്പേസ് ഓഫ് എ. അപ്പോൾ നമ്മുടെ കേസിൽ ഇവിടെ അത് R3 ഒരു സബ്സ്പേസ് ആയിരിക്കും അല്ലേ? സബ്സ്പേസ് ഓഫ് R3 ആണ്. ഇനി അതേപോലെ ഈ മെട്രിക്സിൻ്റെ റോകൾ നോക്കൂ. ഇവിടെ 3 റോ ഉണ്ട്. ഓരോ റോയും R5 വെക്ടേഴ്സാണ് അല്ലേ? ഓരോ ഫസ്റ്റ് റോ R5 ഒരു വെക്ടറാണ്. സെക്കൻഡ് റോ, തേർഡ് റോ ഒക്കെ R5 വെക്ടേഴ്സാണ്. അപ്പോൾ ഈ റോകളുടെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് R5 ഒരു സബ്സ്പേസ് കിട്ടും. ദാറ്റ് സബ്സ്പേസ് ഈസ് കോൾഡ് റോ സ്പേസ് ഓഫ് എ അല്ലേ? ഈ മെട്രിക്സിൻ്റെ റോകളുടെ സ്പാൻ എടുക്കുമ്പോൾ നമുക്ക് R5 സബ്സ്പേസ് കിട്ടും. ആ സബ്സ്പേസ് നമ്മൾ റോ സ്പേസ് ഓഫ് എ എന്ന് വിളിക്കും. അപ്പോൾ നമ്മുടെ കേസിൽ ഇത് സബ്സ്പേസ് ഓഫ് R5 ആണ് അല്ലേ? ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇൻ ജനറൽ ഒരു ലെറ്റ് എ ബി എൻ m by n മെട്രിക്സസ്, n by n മെട്രിക്സ്, ഒരു m by n മെട്രിക്സ് ആണ് വിചാരിക്കുക. ഓവർ ദ ഫീൽഡ് എഫ്, ഓവർ ദ ഫീൽഡ് എഫ്, ജനറൽ സെറ്റിൽ. ഇത് ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ കോളങ്ങൾ നോക്കുമ്പം ഓരോ കോളവും ഏത് സ്പേസിലെ വെക്ടർ ആയിരിക്കും? FM അല്ലേ? ഇതിൻ്റെ ഓരോ കോളവും FM ഒരു വെക്ടർ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കോളങ്ങളുടെ സ്പാൻ എടുക്കുമ്പം നമുക്ക് FM ഒരു സബ്സ്പേസ് കിട്ടും. ആ സബ്സ്പേസിനെ നമ്മൾ കോളം സ്പേസ് ഓഫ് എ എന്ന് വിളിക്കും. ഞാൻ എഴുതുന്നില്ല, നിങ്ങൾ നോട്ടിൽ വേണ്ട പോലെ എഴുതിക്കോളൂ അല്ലേ? ഇതിൻ്റെ കോളങ്ങളൊക്കെ FM വെക്ടേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ കോളങ്ങളുടെ സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് FM ഒരു സബ്സ്പേസ് കിട്ടും. ദാറ്റ് സബ്സ്പേസ് ഇസ് കോൾഡ് കോളം സ്പേസ് ഓഫ് എ. അതേപോലെ ഇതിൻ്റെ റോകൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ റോയും ഓരോ റോയും FN വെക്ടേഴ്സ് ആയിരിക്കും അല്ലേ? അപ്പം ആ റോകളുടെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ, റോകളുടെ സ്പാൻ എടുക്കുമ്പോൾ നമുക്ക് FN ഒരു സബ്സ്പേസ് കിട്ടും. ദാറ്റ് സബ്സ്പേസ് ഇസ് കോൾഡ് റോ സ്പേസ് ഓഫ് എ. അപ്പോൾ ഇതിൻ്റെ കോളം സ്പേസും റോ സ്പേസും ഒക്കെ ഞാൻ പറഞ്ഞു. ഒക്കെ പോസ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് മനസ്സിലാക്കാം. നൈസ്. ഇനി മറ്റൊരു 2 ഡെഫിനേഷനും കൂടി. അപ്പോൾ ഈ കോളം സ്പേസും റോ സ്പേസും ഒക്കെ സബ്സ്പേസുകളാണല്ലോ അല്ലേ? കോളം സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ അത് R3 സബ്സ്പേസ് ആണ്. റോ സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ R5 സബ്സ്പേസ് ആണ്. അപ്പം സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡയമെൻഷൻ പറയാം നമുക്ക് അല്ലേ? ഈ കോളം സ്പേസിൻ്റെ ഡയമെൻഷനെ നമ്മൾ വിളിക്കുക കോളം റാങ്ക് എന്നാണ്. അത് നമ്മൾ എഴുതാം. ഇതൊന്ന് വായിച്ച് നോക്കൂ. കോളം സ്പേസിൻ്റെ ഡയമെൻഷനെ നമ്മൾ വിളിക്കുക കോളം റാങ്ക് ഓഫ് എ. അതുപോലെ തന്നെ റോ സ്പേസിൻ്റെ ഡയമെൻഷനെ നമ്മൾ റോ റാങ്ക് ഓഫ് എ എന്ന് വിളിക്കും. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കേസിൽ ഈ മെട്രിക്സിൻ്റെ കോളം റാങ്ക് എത്താണ്, റോ റാങ്ക് എത്താന്ന് ആലോചിച്ച് നോക്കൂ. പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ മെട്രിക്സിൻ്റെ കോളം റാങ്കും റോ റാങ്കും ഒക്കെ 3 ആണ്. ഞാൻ വിശദീകരണമൊന്നും തരുന്നില്ല, ഈസിയാണ്. എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചോളൂ. എനിവേ ഈ മെട്രിക്സിൻ്റെ കോളം റാങ്കും റോ റാങ്കും രണ്ടും 3 ആണ്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രൂവ് ചെയ്യാൻ പോകുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേസിൽ നമുക്ക് ഇതിൻ്റെ കോളം റാങ്കും റോ റാങ്കും ഈക്വൽ അല്ല കിട്ടിയത്. ഇത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ഏതൊരു മെട്രിക്സ് ഏത് രീതിയിൽ എഴുതിയിട്ടും കാര്യമില്ല, ആ മെട്രിക്സിൻ്റെ കോളം റാങ്കും റോ റാങ്കും ഓൾവേസ് ഈക്വൽ ആയിരിക്കും. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ? നമ്മൾ അടുത്ത വീഡിയോ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തട്ടെ.